ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വൈജയന്തി മുത്തശ്ശിക്ക് മരുന്നൊക്കെ എടുത്തു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കഷായത്തിൻ്റെ കൂടെ, കഷായമല്ല അരിഷ്ടത്തിൻ്റെ കൂടെ ഒരു ഗുളിക കൊണ്ട് ചേർക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒരു ദിവസം ഗുളിക കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അതങ്ങ് കുടിച്ചേന്ന് പറയാം കേട്ടോ. വൈജി, എൻ്റെ പ്രായം കടഞ്ഞിട്ടല്ലാതെ ഒരാൾക്കും പോകാൻ പറ്റൂല കേട്ടോ, അത് നീ നന്നായി ഓർത്താൽ മതി. അപ്പോൾ വൈജയന്തി ഇതൊക്കെ ഞാൻ കുറേ കേട്ടിട്ടുള്ളതാണ്. ഞാൻ എന്തായാലും അമ്മയുടെ പ്രായം വരെ ജീവിച്ചിരിക്കാൻ പോകുന്നില്ല, അതിനു മുമ്പ് ഞാൻ ചത്തോളാം. ഇതൊക്കെ ഞാനും കുറേ കേട്ടിട്ടുണ്ട്. അത് അങ്ങനെ പറഞ്ഞവരൊക്കെ കൈയും കാലും തളർന്നും ശരീരം മുഴുവനായി തളർന്നൊക്കെ കിടക്കുന്നത് കണ്ടിട്ടുമുണ്ട് എന്നൊക്കെ പറയുകയാണേ. അതിനുശേഷം വൈജയന്തിക്ക് ഇങ്ങനെ എന്തോ ചോദിക്കണം എന്നുണ്ട്. പതുക്കനെ വന്നിട്ട് ചോദിക്കുകയാണ്, അമ്മ അലീനയോട് ആഗ്രയിലെ വല്ല കാര്യവും പറഞ്ഞിട്ടുണ്ടോ? ആഗ്രയിൽ എന്ത് കാര്യം? അമ്മയ്ക്ക് അറിയാത്തതുപോലെ ഞാൻ ആഗ്രയിൽ ഗംഗേടൻ്റെ കൂടെ പോയി താമസിച്ചതും ഞാൻ അവിടെ ജോലി ചെയ്തതും ഒക്കെ. അതോ? അത് മനു അവളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, നീ ആഗ്രയിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അവൻ എന്തിനകത്തൊക്കെ അവളോട് പറയുന്നത്? അതിപ്പോൾ ആർക്കാ വൈജി അറിയാത്തത്? അതിനെന്താ എന്ന് പറയുന്നത്? അതല്ല, അവൾ അന്ന് എറണാകുളത്തിന് പോയിട്ട് വന്ന അന്ന് എന്നോട് പറയാണ് ആഗ്രയിലെ ചരിത്രം കുറേ അവൾക്കും അറിയാമെന്ന്. അങ്ങനെ അവൾ പറഞ്ഞു. അങ്ങനെ അവൾ പറഞ്ഞു? അവൾ ചിലപ്പോൾ ആഗ്രയിലെ ചരിത്രം അറിയാമെന്നാവും പറഞ്ഞത്. ഷാജഹാൻ മുംതാസിന് വേണ്ടിയിട്ട് താജ്മഹൽ പണി കഴിപ്പിച്ചതോ അങ്ങനെ എന്തോ. അതൊന്നുമല്ല അമ്മ, വെറുതെ പറയല്ല എങ്ങനെയൊന്നും. അവൾ എന്നോട് അങ്ങനെ ചോദിച്ചതാണ്. അവൾ ചോദിച്ചു, ആഗ്രയിൽ വന്നതിന് ശേഷം 1 വർഷം ശാസ്തമംഗലത്തായിരുന്നല്ലേ എന്ന് അവൾ എന്നോട് ചോദിച്ചു. അങ്ങനെ ചോദിച്ചു? ചോദിച്ചു. അമ്മ ഒരു കാര്യം ചെയ്യും, അവൾക്ക് എന്തോ അറിയുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അവൾക്ക് എന്തറിയാനാ? എനിക്കറിയില്ല. അവൾക്ക് എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ അമ്മ അവൾ വരുമ്പോൾ ചോദിക്കണം ഹോസ്പിറ്റലിൽ വന്നതിന് ശേഷം. ഞാൻ അവളെ അവിടെ ചോദിക്കാൻ ശരിയാവില്ല. ഞാൻ അവളെ പേടിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ പിന്നെ അതുമ്മ പിടിച്ചായിരിക്കും നിൽക്കുന്നത്. ശരി, ഞാൻ ചോദിച്ചു നോക്കാം. നിനക്ക് അവളെ പേടിയുണ്ടോ? പിന്നെ അവളങ്ങനെ അറിയുന്നുണ്ടെങ്കിൽ അവളിവിടെ നിർത്തിയിട്ട് കാര്യമില്ല, അവളിവിടെ നിന്ന് പറഞ്ഞയക്കണം. അതിന് അവളെ കൊണ്ടൊരു ശല്യമില്ല, എങ്കിലും പറഞ്ഞയക്കണം എന്ന് അലീനനെ കുറിച്ച് വൈജയന്തി പറയുകയാണേ. പിന്നീട് കാണിക്കുന്നത് മനു ചായ മേടിച്ചുകൊണ്ട് വരികയാണ് കേട്ടോ. അപ്പോൾ ചായ മേടിക്കാൻ പോയതാണോ? അല്ല, ചായ കുടിക്കാൻ പോയതാന്ന് പറയട്ടോ. എനിക്കറിയാം, എനിക്ക് വേണ്ടി ചായ മേടിക്കാൻ പോയതാണെന്ന് എന്ന് പറഞ്ഞിട്ട് ആ ചായ മേടിച്ച് ഇങ്ങനെ കുടിക്കുകയാണ്. ചായ മേടിക്കാൻ പോയതാണ് എന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അലീനയ്ക്ക് കപ്പിലൊക്കെ ആക്കി മനു ചായ കൊടുത്തു. അതിനുശേഷം ഡോക്ടർ വരികയാണ്. ഡോക്ടർ വരുമ്പോൾ വേഗം തന്നെ മനു എഴുന്നേറ്റ് വെക്കുന്നുണ്ട്. അലീന എഴുന്നേക്കാൻ പോകുമ്പോൾ എഴുന്നേക്കണ്ട അവിടെ തന്നെ കിടന്നോന്ന് പറയാം കേട്ടോ. ഞാൻ എൻ്റെ പേഷ്യൻറ്റിനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. ഡോക്ടറോട് എങ്ങനെ നന്ദി പറഞ്ഞാൽ തീരുമെന്ന് എനിക്കറിയില്ല എന്ന് അലീന പറയുകയാണ്. നന്ദി പറയേണ്ടതൊന്നും എന്നോടല്ല, റിങ്കുവിനോടാണ്. അവനാണ് അലീനയെ രക്ഷിച്ചത്. ഞാനൊരു ആംബുലൻസ് വിളിച്ചെന്നേ ഉള്ളൂ, അവൻ ആംബുലൻസ് വിളിക്കാൻ പറ്റൂലല്ലോ എന്ന് പറയാം കേട്ടോ. അപ്പോൾ അലീന ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിനുശേഷം അലീന അങ്ങനെ ഭയങ്കര സന്തോഷത്തോട് ചിരിക്കുമ്പോൾ മനു പറയുന്നുണ്ട് ഡോക്ടറോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല, ഒരുപാട് നന്ദിയുണ്ട്. ഇത് വെറുതെ പറയുന്നതല്ല. ഇത് അലീനയുടെ ബൈസ്റ്റാൻഡർ ആണല്ലേ എന്ന് പറയും. അതെ, ഞാൻ കെയർ ടേക്കറാണ്. അലീനനെ ഞാനാണ് കൊണ്ടുവന്നത് എന്ന് പറയട്ടോ. അതിനുശേഷം കൈ തൊഴുതിട്ട് കൈ ഇങ്ങനെ കൂപ്പിയിട്ട് പറയുന്നുണ്ട് കേട്ടോ, നന്ദി, ഒരുപാട് നന്ദി. നന്ദിയിലൊന്നും ആവശ്യമില്ലടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ അവിടുന്ന് പോകുകയാണേ. ഡോക്ടർ പറയുന്നുണ്ട് കേട്ടോ, ഞാനന്ന് കുറേ വഴക്ക് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരു പട്ടിയുടെ കാര്യത്തിൻ്റെ പേരിൽ, റിങ്കുവിൻ്റെ കാര്യത്തിൽ. അതുകൊണ്ട് സോറി എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഡോക്ടർ പോകുന്നത്. ചില പട്ടികൾക്ക് മനുഷ്യന്മാരായിട്ടുള്ള ബന്ധം വളരെ വലുതാണെന്നൊക്കെ പറയും. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് രോഹിത്തിനെയും ഹരിനെയാണ് കേട്ടോ. രോഹിത് എന്തൊക്കെയായിരുന്നു, പേടിച്ച് വരച്ചിട്ട് ഇന്നലത്തെ ദിവസം പോയത് അറിയില്ല എന്ന് പറയട്ടോ. നീ ഭയങ്കര പേടിയായിരുന്നല്ലോ എന്ന് രോഹിത്തിനോട് ഹരി പറയട്ടോ. അപ്പോൾ ഹരി പറയും, നിനക്കും നല്ല പേടി ഉണ്ടായിരുന്നല്ലോ, വണ്ടി നിറയെ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിട്ട് നാട് വിടാന്ന് പറഞ്ഞ ആളല്ലേ നീ. എന്നിട്ടിപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു, ഇനിയിപ്പോൾ പുലി പോലെ വന്നത് എലി പോലെ പോയി എന്ന് രോഹിത്ത് പറയും. അതൊക്കെ ശരി തന്നെയാണ്. എന്നാൽ അവൾ എന്ത് പെണ്ണാടാ, ജീവനിൽ കൊതിയില്ലേ എല്ലാവർക്കും. നമ്മൾ രണ്ടുപേരും അവളെ റേപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണെന്ന് പറഞ്ഞപ്പോഴേക്കും അവളെ ജീവൻ കളഞ്ഞല്ലോ. ജീവൻ കളഞ്ഞാലും വിട്ടുതരില്ല എന്നുള്ള വാശിയല്ലേ എന്ന് ചോദിക്കാനായിട്ട്. അതെ, എന്തൊക്കെ ആയാലും നീ പറഞ്ഞതൊക്കെ ഫോളിഷ്നെസ്സാ, നീ പറഞ്ഞതൊക്കെ പൊട്ടത്തരമാണ് അവളെക്കുറിച്ച്. അവൾ അങ്ങനെയുള്ള ആളൊന്നുമല്ല എന്ന് രോഹിത്ത് പറയാണ് കേട്ടോ. അപ്പോൾ ഹരി ഒന്നും ഉണ്ടാകാതെ തല മുമ്പിട്ട് നിൽക്കുകയാണേ. എന്തായാലും കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, നീ എന്തായാലും പേടിക്കണം കേട്ടോ. ഞാനോ? അവളവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവൾക്ക് നിന്നെ ഭീഷണിപ്പെടുത്താം. ഈ ഒരു കാര്യം പറഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞാലും 1 വർഷം കഴിഞ്ഞിട്ടായാലും നിന്നെ അവൾക്ക് ഭീഷണിപ്പെടുത്തി നിർത്താം. ഈ ഒരു കാര്യം ആരെങ്കിലോട് പറയുന്നു പറഞ്ഞിട്ട്. അങ്ങനെ അവൾ ചെയ്യുമോ? അതൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. അവളെ ജോലി എന്ന് പറഞ്ഞയച്ചാൽ പോരെ.
എവിടെ നിന്ന് പറഞ്ഞയച്ചാലും അവളുടെ കയ്യിലൊരു ആയുധം കൊടുത്തില്ലേ നമ്മൾ, ഇനിയിപ്പോൾ അവൾക്ക് നമ്മളെ ഭീഷണിപ്പെടുത്തൊക്കെ ചെയ്യാം, നീ നന്നായിട്ട് സൂക്ഷിക്കുന്നത് നല്ലതാണ് എന്ന് പറയും. അപ്പോൾ രോഹിത്തിന് എന്തോ ഒരു വിഷമം പോലെ തോന്നുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പറയും, സാരില്ല, അതൊക്കെ വരുന്നിടത്തല്ലേ, വരുന്നിടത്ത് വെച്ച് കാണാം. എന്തായാലും വലിയൊരു മാരണം തലേന്ന് ഒഴിഞ്ഞു പോയ പോലെ തോന്നാണ്, ടെൻഷൻ ഒഴിവായി, ഇന്നലെ അത്ര പേടിച്ചിട്ടുണ്ടെന്നൊക്കെ രോഹിത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഹരി പറയുന്നുണ്ട്, ആ ശരിയാണ്, എങ്കിലും അവളൊന്ന് സൂക്ഷിക്കേണ്ടത് നല്ലതാണ്. അവൾ എന്താണ് എപ്പോഴാണ് പറയാമെന്ന് അറിയില്ലല്ലോ, അവളുടെ സ്വഭാവം നമുക്ക് മനസ്സിലാവില്ല, അവളെ നല്ല ബുദ്ധിയുള്ള പെണ്ണാണ് എന്ന് പറയട്ടെ. ആ ശരി, എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാം, നീ നന്നായിട്ട് സൂക്ഷിച്ചാൽ മതി, വിട്ടൊന്നും പറയാതിരുന്നാൽ മതി എന്നൊക്കെ രോഹിത്തല്ല ഹരി രോഹിത്തിനെ കുറേ ഉപദേശിക്കുന്നൊക്കെയുണ്ട്. അതിനുശേഷം മനു കസേരയിലിരുന്ന് ഉറങ്ങാണ് കേട്ടോ. ബെഡിലേക്ക് കാലൊക്കെ കയറ്റി വെച്ചിട്ട് സിസ്റ്റർ വരുന്നത് അറിയുന്നില്ല. അലീനെ ഉറങ്ങാണ്. പെട്ടെന്ന് സിസ്റ്ററെ കാണുമ്പോൾ മനു ഇങ്ങനെ ചാടി എഴുന്നേൽക്കുന്നുണ്ട് കേട്ടോ. അലീനോട് ചോദിക്കാൻ എന്നെ വിളിക്കായിരുന്നില്ലേ? ഞാൻ നോക്കുമ്പോൾ മനുവേട്ടൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, ഞാനും ഒന്ന് ഉറങ്ങിപ്പോയി എന്ന് പറയും. അപ്പോൾ സിസ്റ്റർ പറയുന്നുണ്ട്, ബൈസ്റ്റാൻഡർ എന്തിനാ കസേരയിൽ ഇരുന്ന് ഉറങ്ങുന്നത്, ബൈസ്റ്റാൻഡർക്ക് വേറെ ബെഡ് ഉണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഡോക്ടർ റൗണ്ട്സിന് വന്നു. ഡോക്ടർ അലീനെ നോക്കുകയാണ് കേട്ടോ. കുഴപ്പമൊന്നുമില്ല, പ്രശ്നങ്ങളൊന്നുമില്ല, ഉഷാറായിട്ടുണ്ട്, വിചാരിച്ചാലും പെട്ടെന്ന് റിക്കവറി ആയിട്ടുണ്ട്. പിന്നെ ബ്ലഡ് ഒരുപാട് പോയിട്ടുണ്ട്, അതുകൊണ്ട് ശരീരത്തിലെ പൊട്ടാസ്യവും മാഗ്നീഷ്യവും മിനറൽസും അങ്ങനെ കുറേ സംഭവങ്ങൾ പോയിട്ടുണ്ട്, അതൊക്കെ ഇനി ബാലൻസ് ആയിട്ട് വരണം, ശരീരം ഒന്നും അധികം ഇളകരുതിട്ടാന്ന് പറയും. സ്റ്റിച്ച് ഇളകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ പോകും കേട്ടോ. പിന്നീട് മനു വരുമ്പോൾ കൂടെ ബാലേന്ദ്രൻ ഉണ്ടാവും. ബാലേന്ദ്രനെ കാണുമ്പോൾ എഴുന്നേക്കാൻ പോകുമ്പോൾ വേണ്ട 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 എഴുന്നേക്കൊന്നും വേണ്ട, അതൊക്കെ പിന്നെ മതി, ഇപ്പം തൽക്കാലം അവിടെ കിടന്നാൽ മതി. എന്തൊക്കെയായിരുന്നു ഇന്നലെ കിടന്ന ആളാണോ ഈ കിടക്കുന്നത്, ഞങ്ങളെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ എന്ന് പറയുകയാണേ. അപ്പോൾ അലീനയ്ക്ക് ആകെ വിഷമാവാം കേട്ടോ. മനുവിൻ്റെ മൂത്തിക്കും ബാലേന്ദ്രൻ മൂത്തിക്കും മാറി മാറി നോക്കുകയാണ്. അപ്പോൾ സോറി സാർ, ഞാൻ അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വമല്ല ഇങ്ങനെയൊക്കെ. അപ്പോൾ മനു പറയും, സോറി ഒന്നും പറയണ്ട, ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് പറയും കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ പറയാണ്, എന്തായാലും ഇന്നലെ മുഴുവനും പ്രാർത്ഥിക്കുകയായിരുന്നു മോനെ അലീനെ, നിനക്ക് വേണ്ടിയിട്ട് നിൻ്റെ ജീവൻ തിരിച്ചു കിട്ടണേ എന്ന് വിചാരിച്ചിട്ട്. എന്തായാലും നിൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയാലോ അത് തന്നെ വലിയ ഭാഗ്യം. ഇന്നലെ എന്തൊക്കെയായിരുന്നു മനസ്സിലൂടെ കടന്നുപോയത് എന്നൊക്കെ പറഞ്ഞിട്ട് ബാലേന്ദ്രൻ ഭയങ്കര സ്നേഹത്തോടു കൂടിയിട്ട് സംസാരിക്കുകയാണ് കേട്ടോ. അതൊക്കെ കണ്ടിട്ട് അലീനയുടെ കണ്ണ് നിറയാണ്. ശരിക്കും ഒരു അച്ഛൻ ഒരു മകളോട് സംസാരിക്കുന്ന രീതിയിലാണ് അലീനോട് ബാലേന്ദ്രൻ സംസാരിച്ചത്. ബാലേന്ദ്രൻ പറയുന്നു, മനു നീ എന്നാ പൊക്കോ, വേണ്ടെങ്കിലേ ഞാനിവിടെ നിന്നാളോ, അപ്പം നിനക്ക് ജോലിക്ക് പോകണ്ടേ? വേണ്ട, ജോലിക്ക് ഇന്ന് ലീവ് എടുത്തിട്ടുണ്ട്, ലാപ്ടോപ്പ് കാറിലുണ്ട്, ഞാനിവിടെ വന്നിരുന്നിട്ട് വർക്ക് ചെയ്തോളാം. ഇന്ന് എനിക്കൊരു ബിസി ഡേ ആണ്, എന്തായാലും നീ ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ, താങ്ക് യു മനു, നീ എൻ്റെ കൂടെ ഉള്ളതാണ് എനിക്കൊരു ധൈര്യം എന്നൊക്കെ പറഞ്ഞിട്ട് ബാലേന്ദ്രൻ പോകും. പിന്നെ കാണിക്കുന്നത് കമല വൈജയന്തിക്ക് വിളിക്കുകയാണ്. എന്താ വൈജയെ ഈ കാണിക്കുന്നത്, എന്താ കമലടുത്തി, നിങ്ങളുടെ വീട്ടുവേലക്കാരിക്ക് എന്തിനാണ് എൻ്റെ ചെറുക്കനെ നിർത്തിയിരിക്കുന്നത്, എൻ്റെ ചെറുക്കനെ എന്തിനാ ഫൈവ് സ്റ്റാൻഡറായി നിർത്തിയിരിക്കുന്നത് എന്ന് പറയും കേട്ടോ. അപ്പോൾ അത് ഞങ്ങൾ നിർത്തിയതല്ലല്ലോ, മനു സ്വയം ഏറ്റെടുത്തതല്ലേ, അതാ ബാലന് നിന്നാൽ പോലെ എന്ന് ചോദിക്കും കേട്ടോ. ബാലൻ പറഞ്ഞ് മനസ്സിലാക്കിക്കൂടെ? ആഹാ, അവർ രണ്ടുപേരാണ് കൂട്ട്, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഞാൻ അന്നേ പറഞ്ഞില്ലേ അവള് മനുവിനെ കൈയും കാലും കാണിച്ച് വശത്താക്കിയെന്ന്, അന്ന് കമലടുത്ത് വിശ്വസിച്ചില്ലല്ലോ എന്ന് പറയും. നിങ്ങളുടെ വീട്ടുവേലക്കാരിക്ക് ആളെ അന്വേഷിച്ച് കൊടുക്കേണ്ടത് നിങ്ങളുടെ ചുമതലയാണ്, അല്ലാണ്ട് അവനെ പിടിച്ചിരുത്തല്ല, ഇതൊക്കെ അവൻ സ്വയം ഏറ്റെടുക്കുന്നതാണ് കമലടുത്തി, ഞാൻ അന്നേ പറഞ്ഞതല്ലേ അവൻ കൈ വിട്ടു പോയിന്ന്, ഇനിയിപ്പോൾ വേറെ രക്ഷയൊന്നുമില്ല, അവളുടെ വലയിലായിപ്പോയി അവൻ എന്ന് പറയും. ഇപ്പം ഞാൻ ആരോട് പറയും വൈജിയെ, ഞാൻ എന്ത് ചെയ്യും വൈജിയെ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല, അവളെ ആള് വിശക എന്ന് മനസ്സിലായില്ലേ, അവള് മനുവിനെ വളച്ചെടുത്തു, ഇനിയിപ്പോൾ അതിൽ വേറൊന്നും ചെയ്യാനില്ല, അവളുടെ കസ്റ്റഡിയിലായി എന്നൊക്കെ പറയുന്നത് ബാലേന്ദ്രൻ കേൾക്കാണ് കേട്ടോ. പെട്ടെന്ന് വൈജയന്തി ബാലനെ കാണുമ്പോൾ, ആഹാ ഇവിടെ ഒളിച്ചു നിൽക്കായിരുന്നോ, അപ്പോൾ ഞാൻ നിർത്തി എന്ന് പറയട്ടോ. വേണ്ട വേണ്ട നിർത്തണ്ട, തുടങ്ങിക്കോ പറയട്ടെ, നിൻ്റെ മനസ്സിലുള്ളത് മുഴുവൻ പറയ്. ഒരിക്കൽ മനസ്സിൽ വിഗ്രഹം പോലെ കരുതിയിരുന്ന ആളുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളെ പുഴു, പഴുതേര, പാമ്പ്, തേള്, മതി, എന്തായാലും നടക്കട്ടെ, അത് നിർത്തണ്ട എന്ന് ബാലേന്ദ്രൻ പുച്ഛത്തോടെയും പരിഹാസത്തോടെയും പറയുകയാണേ. അന്നേരം കമല ചോദിക്കുന്ന, ആരാ, ബാലനാണോ എന്ന് പറയട്ടോ. ബാലേട്ടനാ ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു എന്ന് പറയട്ടോ. അത്രയും ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.